CPIയുടെ ജില്ലാ സമ്മേളനമൊക്കെ നടക്കുന്ന സമയമാണല്ലോ ഇപ്പം. നേരത്തെ ചില ജില്ലാ സമ്മേളനങ്ങളിൽ തന്നെ മന്ത്രി രാജൻ ഒഴികെയുള്ള ബാക്കി എല്ലാ മന്ത്രിമാരും പരാജയമാണ് എന്നുള്ള ഒരു പരാമർശം അവരുടെ സമ്മേളനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. വലിയ ചർച്ചയാവുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ തന്നെ ശക്തമായ വിമർശനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് CPI ഇടതുപക്ഷത്ത് നിന്ന് പുറത്തേക്ക് പോകാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ടോ? അല്ല, കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ശക്തമായി പ്രതികരിച്ചു കൊല്ലം ജില്ലാ കമ്മിറ്റി. അവർ പറഞ്ഞത് മുഖ്യമന്ത്രി ഏകാധിപത്യ ഭരണമാണ്, CPIയുടെ മന്ത്രിമാർ പോലും സ്ട്രെയിനായിട്ടൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ പ്രവർത്തന മികവില്ല എന്ന കമ്മിറ്റി പറഞ്ഞു. ഒപ്പം എന്നെ ഞെട്ടിച്ചൊരു കാര്യം, CPIയുടെ സെക്രട്ടറിയെ ബിനോയ് വിശ്വത്തിനെ കടന്നാക്രമിക്കുകയായിരുന്നു. ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ പിണിയാളായിട്ട് നിൽക്കുന്നു, CPIയുടെ എല്ലാ കരുത്തും ചോർന്നു പോയിരിക്കുന്നു എന്നാണ് ആ കമ്മിറ്റി പറഞ്ഞത്. അതാണ് എന്നെ ഞെട്ടിച്ചത്. അവിടെ ഞാൻ രണ്ടു തരത്തിൽ, ആദ്യം CPI LDF വിട്ടു പോരുമോ എന്ന് ശങ്കിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ ആ ശങ്ക തോന്നുന്നു CPI പിളരുമോ എന്നാണ്. കാരണം ബിനോയ് വിശ്വത്തിനെതിരെ പറയുമ്പോൾ ബിനോയ് വിശ്വം CPMന് അനുകൂല നിലപാടെടുക്കുന്നു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഞാൻ എല്ലാ കാലത്തും കാണുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, CPIക്കാർ എന്ന് പറഞ്ഞാൽ അവർ കുറച്ചുകൂടെ അന്തസ്സുള്ള രാഷ്ട്രീയ വിശ്വാസികളാണ്. ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആ CPI ആണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അവരുടെ മന്ത്രിമാർക്കും ഒക്കെ ഒരു ഡിഗ്നിറ്റി ഉണ്ടാവും എല്ലാ കാലത്തും. ഇപ്പോൾ ഇതിൽ തന്നെ രാജനായാലും അതിനകത്ത് ചിഞ്ചുറാണിയുടെ കാര്യം മാറ്റി നിർത്താം. അത് അറിവില്ലായ്മയും കഴിവില്ലായ്മയാണ്. ഇത് രണ്ടും കൂടെ, ഈ അറിവില്ലായ്മയും കഴിവില്ലായ്മയും കൂടെ ചേർത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. അത് പോട്ടെ, ഒരു വനിതാ മന്ത്രി വേണം എന്നുള്ളത് കൊണ്ട് സംഭവിച്ചിരിക്കും. ഇവിടെ ഈ മന്ത്രിസഭയിൽ പോലും CPI മന്ത്രിമാർ നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. അവരുടെ സംസാരത്തിലും പ്രവൃത്തിയിലും അവരുടെ പ്രവർത്തനങ്ങളിലെല്ലാം ഒരു അന്തസ്സ് കാത്തു സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ഈ CPI എന്തുകൊണ്ടാണ് ഇപ്പോഴും CPMൻ്റെ ചവിട്ടും തൊഴിയും ഏറ്റിട്ട് അവിടെ നിലനിൽക്കുന്നത്, LDFിൽ നിൽക്കുന്നത് എന്ന് പലവട്ടം പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ നിരവധി തവണ ആലോചിച്ചിട്ടുണ്ട്. അവർക്ക് പെട്ടെന്ന് മാറിപ്പോകാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ കാലാകാലങ്ങളിൽ വരുന്ന പാർട്ടി സെക്രട്ടറിമാരുടെ ചില രീതികളുണ്ട്. കാനം രാജേന്ദ്രൻ ഉണ്ടായിരുന്ന സമയത്തും ഈ പറഞ്ഞതുപോലെ പിണറായിയുമായിട്ട് വളരെ ആത്മബന്ധം ഉണ്ടാവുകയും CPIയുടെ അണികളെ അത്ര ശ്രദ്ധിക്കാതെ CPMനെ അനുകൂലിച്ച് പല നിലപാടുകളും എടുത്തിരുന്നു. ഇപ്പോൾ ബിനോയ് വിശ്വവും ആ പാത സ്വീകരിക്കുന്നുവെന്നാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റികളിലെല്ലാം, ഓൾമോസ്റ്റ് എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും പറഞ്ഞു കേൾക്കുന്നത്. കൊല്ലം ജില്ലാ സമ്മേളനം വളരെ ശക്തമായി അത് പ്രമേയമായി കൊണ്ടുവന്നിരിക്കുന്നു. ഇതിനെതിരെ ഇതുവരെ ബിനോയ് വിശ്വം പ്രതികരിച്ചിട്ടില്ല, CPIയുടെ കേന്ദ്ര കമ്മിറ്റി പ്രതികരിച്ചിട്ടില്ല. അല്ലെ, D രാജയടക്കം പ്രതികരിക്കേണ്ടതാണ്. ഇനി സൈലൻ്റായി നിന്നുകൊണ്ട് LDFിൽ നിന്നും വിട്ടുപോരാനുള്ള പണിയാണോ? അത് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് VD സതീശൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, നിങ്ങൾ ഞെട്ടിപ്പോകുന്ന വികസനമാണ് UDFിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. അത് ഞാനിപ്പോൾ റിവീൽ ചെയ്യില്ല. നിങ്ങൾ ഞെട്ടിപ്പോവും, ഞെട്ടിത്തെറിച്ചു പോകുന്ന ഒരു വിപുലീകരണം UDFിൽ സംഭവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വിചാരിച്ചത് ജോസ് കെ മാണി അവിടേക്ക് വരുമെന്നാണ്. ജോസ് കെ മാണി വരുന്നത് ഒരു കാര്യമില്ല, 5 വർഷമല്ലേ ഉള്ളൂ അങ്ങോട്ട് പോയിട്ട്. ഇപ്പോൾ തിരിച്ചു വരുന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവമല്ല. പക്ഷേ അത് CPIയുടെ വരവായിരിക്കുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും. CPI വന്നാൽ അവിടെ ഞെരുങ്ങിപ്പോകുന്ന മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ്. കാരണം ഇത്തവണ അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗ് 5 മന്ത്രിസ്ഥാനം ചോദിക്കും. കുഞ്ഞാലിക്കുട്ടിയെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്ന് പറയും. CPIയും അവിടേക്ക് വരുമ്പോൾ, UDFിലേക്ക് വരുമ്പോൾ ഭരണമൊക്കെ ഈസി ആയിട്ട് കിട്ടും. പക്ഷേ ഈ മന്ത്രിസ്ഥാനം വീതം വെക്കുമ്പോൾ, സ്ഥാനങ്ങൾ വീതം വെക്കുമ്പോൾ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകും. ചെറിയ പാർട്ടികളൊക്കെ, ഇപ്പോൾ RSP പോലെയുള്ള ചെറിയ പാർട്ടികളൊക്കെ തഴയപ്പെട്ടു പോകും. അങ്ങനെ സംഭവിച്ചാൽ അവർ മുറുമുറുപ്പ് തുടങ്ങും. അപ്പോൾ ഇത് UDF വിപുലീകരിച്ച് എങ്ങനെയും അധികാരത്തിലെത്തുക എന്ന് പറയുന്നത് UDFിൻ്റെ പ്രഥമ ലക്ഷ്യമാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനോട് വെല്ലുവിളിച്ചിരിക്കുകയാണ് VD സതീശൻ. വെള്ളാപ്പള്ളി നടേശൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് പറഞ്ഞത് 100 സീറ്റ് എന്നുള്ളത് 98 സീറ്റെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. 98 സീറ്റ് പിടിച്ചാൽ മതി,
ആ 98 സീറ്റ് പിടിച്ചാൽ ഞാൻ അധികാരത്തിൽ നിന്നും, അതായത് SNDPയുടെ സെക്രട്ടറി സ്ഥാനത്ത് ഞാൻ മാറാം. അപ്പോൾ നിങ്ങൾ രാഷ്ട്രീയ വനവാസം എടുക്കുമെന്ന് VD സതീശനോട് ചോദിക്കുന്നു. അപ്പോൾ VD സതീശന് മറുപടി, ഞങ്ങൾ ഉറപ്പായിട്ടും ഭരണത്തിൽ 98 സീറ്റ് പിടിക്കുമെന്ന് പറഞ്ഞില്ല കേട്ടോ, ഞങ്ങൾ ഉറപ്പായിട്ടും ഭരണത്തിൽ വരും. അത് 71 സീറ്റ് പിടിച്ചാലും മതിയല്ലോ. ഞങ്ങൾ ഉറപ്പായിട്ടും ഭരണത്തിൽ വരും, വന്നില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും, അപ്പോഴും താങ്കൾ സെക്രട്ടറി സ്ഥാനം ഒഴിവാക്കണ്ട. ആ വെല്ലുവിളി VD സതീശൻ ഏറ്റെടുത്തപ്പോൾ VD സതീശൻ എന്തെങ്കിലുമൊക്കെ മാജിക് കാണിക്കും. കാരണം ഒരു നല്ല ഇലക്ഷൻ തന്ത്രജ്ഞനാണ്. ഇലക്ഷനെ എങ്ങനെ വോട്ട് സ്ഥാനാർത്ഥി ജയിപ്പിക്കാമെന്ന് നല്ല തന്ത്രമറിയാവുന്ന ആളാണ് VD സതീശൻ. അതുകൊണ്ട് ആ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് CPIയെ UDFിലേക്ക് കൊണ്ടുവരുമെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും CPI എങ്ങനെ ഈ CPMനെ ആക്രമിക്കുമ്പോൾ അത് CPIയുടെ നേതൃത്വത്തിലിരുന്ന്, അതായത് ബിനോയ് വിശ്വം അടക്കമുള്ളവർ കൊടുക്കുന്ന ഒരു മരുന്നാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ചില സമ്മേളനങ്ങൾ പറയും, നിങ്ങൾ എന്നെയും വിമർശിച്ചോളൂ, നിങ്ങൾ എന്നെയും പരുഷമായി വിമർശിച്ചോളൂ, പക്ഷേ CPMനെ അറ്റാക്ക് ചെയ്യുക. അപ്പോൾ CPMൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാവും, അത് വെച്ച് നമുക്ക് പിരിയാം. അതിനൊരു സാധ്യത കാണുന്നുണ്ട്. ആ സാധ്യതയ്ക്കുള്ള വഴിമരുന്നിട്ട് കൊടുത്തതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലുള്ള ജില്ലാ സമ്മേളനങ്ങളിൽ പലപ്പോഴും പ്രകമ്പനങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ പ്രകമ്പനങ്ങൾ പിന്നീട് രാഷ്ട്രീയ ചരിത്രത്തിൽ പല മാറ്റങ്ങളും സംഭവിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പഴയകാല ചരിത്രമെടുത്താൽ അങ്ങനെ പലതും കണ്ടെത്താൻ കഴിയും. CPMലും CPIയിലും ഇതും അതുപോലൊരു മാറ്റത്തിന് കാരണമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഈ CPI നേരത്തെ UDFിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നതല്ലേ, അപ്പോൾ അവർക്ക് ഇപ്പോൾ വീണ്ടും LDFിൽ നിന്ന് UDFിലേക്ക് പോകുമ്പോൾ അത്ര വലിയ പ്രാധാന്യം കൊടുക്കുമോ? അല്ല, നേരത്തെ ഉണ്ടായിരുന്നു, അവിടുന്ന് പോയി, അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുമല്ലോ. ഇപ്പം വീരേന്ദ്രകുമാർ എത്ര പ്രാവശ്യം LDF പോയി UDFിൽ വന്നു. ഇപ്പോൾ വീണ്ടും വീരേന്ദ്രകുമാർ പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ മകനടക്കം LDFിലാണ്. അവർ UDFിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു കേൾക്കുന്നത്. ഒന്ന് രണ്ട് ഈ ജനതാദളുകാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവർ UDFിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതാഗ്രഹമാണ്. എന്നാൽ CPI വരുമെന്ന് പറഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് VD സതീശൻ അടക്കം അല്ലെങ്കിൽ UDF നേതൃത്വം അവരെ CPI സ്വീകരിക്കാനായിരിക്കും സാധ്യത. കാരണം ഒരു കൂടുതൽ MLAമാരെ കിട്ടാനുള്ള സാധ്യത CPI ആയിരിക്കാണല്ലോ. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു വിഷയമുണ്ട് അവിടെ. മുസ്ലിം ലീഗ് ഒരു പ്രബല ശക്തിയാണ് UDFിനകത്ത്. ഒരു പക്ഷേ ഈ UDFിനെ തന്നെ നിയന്ത്രിക്കുന്ന അത്രയും തരത്തിലേക്ക് വളരാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതെ, അപ്പോൾ CPI മാറുമെന്നൊരു തോന്നലുണ്ടായാൽ സ്വാഭാവികമായിട്ട് മുസ്ലിം ലീഗിനെ CPM ക്ഷണിക്കും. അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം മുസ്ലിം ലീഗിന് ഇനി ഒരു ഭരണമില്ലാതെ നിൽക്കാൻ കഴിയില്ല. കറക്റ്റാണ്. അപ്പോൾ ഒരു ഭരണം പിടിക്കാൻ വേണ്ടി എന്ത് സാഹസവും അവർ ചെയ്യും. അപ്പോൾ CPI LDFിൽ നിന്നും UDFിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് മറുകണ്ഠം ചാടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം UDFിൽ നിന്നാൽ അവർക്ക് അർഹതപ്പെട്ടത് കിട്ടുമോ, അല്ലെങ്കിൽ അർഹതപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞാൽ അനർഹമായത് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം, അത് കിട്ടുമോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മറുകണ്ഠം ചാടിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഈ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ചില നേതാക്കൾക്ക് ഈ LDFിൻ്റെ കൂടെ ചേരാൻ താല്പര്യമുണ്ട്. പക്ഷേ ഷാജിയെ പോലുള്ള ചില ആളുകളാണ് അതിനോടൊക്കെ വെക്കുന്നത് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇപ്പം കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും തമ്മിലുള്ള ആത്മബന്ധം അത് VS അച്യുതാനന്ദൻ തന്നെയുള്ള കാലത്ത് പറഞ്ഞിട്ടുണ്ട്. പല കേസുകളിൽ നിന്ന് ഊരിപ്പോകുന്നതും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ അവിടെ ഷാജി അടക്കം മുനീർ അടക്കം MK മുനീർ അടക്കം എതിർപ്പാണ്. ഒരു കാരണവശാലും LDFുമായിട്ട് സഹകരിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നിടത്ത് അവിടെയും ചിലപ്പോൾ ഒരു പിളർപ്പുണ്ടാവാം. ഇവർ ഒരു സ്വതന്ത്ര സംഘടന പോലെ ഉണ്ടാക്കി മുനീറും ഷാജിയും അടക്കം LDFിനെ അല്ലെങ്കിൽ CPMനെ എതിർക്കുന്നവർ ഒറ്റയ്ക്ക് നിന്നേക്കാം. ആ ഒരു ഗ്രൂപ്പ് UDFിലുണ്ടായേക്കാം. ഇങ്ങനെ പല സാഹചര്യങ്ങളും സംഭവിക്കാം. രാഷ്ട്രീയമല്ലേ, നമുക്കൊന്നും പറയാൻ കഴിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.